ഇന്നത്തെ നമ്മളെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ എങ്ങോട്ടാ പോണതെന്ന് ഞങ്ങളൊന്ന് ലോങ് ഡ്രൈവ് പോവാണ് പുക്കേറ്റിലേക്ക്. അവിടെ പോയിട്ട് ഞങ്ങളിന്ന് അടിച്ചു പൊളിക്കാനുള്ളൊരു പരിപാടിയാണ്. എന്തിനാ നമ്മളവിടെ പോണത്? അതൊരു സത്യമാണ്. ഫുഡ് അടിയാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. എന്തൊക്കെയുണ്ട്? സുഖാണോ? വീഡിയോ കാണുന്ന നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ പുക്കേറ്റിൽ പോണ വഴിയാണ്. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് പുക്കേറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പുക്കേറ്റിലേക്ക് പോകണമാണ്. നിങ്ങളും ഞങ്ങൾ വന്നോളും. ഞങ്ങൾ പോണേന. അപ്പോ ഞങ്ങള് നേരെ പുക്കേറ്റിലേക്ക് പോണം. ഞാനാകുമ്പോ ഭയങ്കര ലാഗ് അടിക്കും. Because I'm not a talkative person, you know. അത് കാണുന്നവർക്ക് മനസ്സിലാവും. Mom is fighting, right? Yeah, that is a more comfortable. ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യും. തായ്ലൻഡ് പോയ ടൈമിൽ ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങൾക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോ ഒരു 1 year and 2-3 months ഒക്കെ ആവുന്നു അല്ലേ? PSC എക്സാമിന് ചോദിക്കുന്ന ചോദ്യം എന്തിനാ പറയണത്? ഇനിയിപ്പോ എന്താണ് നല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനോ. നമ്മളെന്തിനാ അത് പൊക്കലാണോ? I don't think so. Guys, ഞാൻ പൊക്കി പറഞ്ഞാണോ? ഞങ്ങളെ വീഡിയോ എന്താ പറയാ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 1.25 വർഷമായി എന്ന് പറയണത്. തായ്ലാൻഡിൽ ഞങ്ങൾ തായ്ലാൻഡ് മാത്രമേ പോയിട്ടുള്ളൂ. അതാണ് സത്യം. അതുകൊണ്ട് പിന്നെ അത് മാത്രല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ പൊക്കി പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ ആദ്യം പറഞ്ഞില്ലേ മിണ്ടാണ്ടിരുന്നു. ആകെ ഞങ്ങള് ഇപ്പൊ എന്താ പറയാ 13 വർഷം ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആകെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോയേക്കണത് തായ്ലാൻഡാണ്. ഇനിയിപ്പോ പൊക്കി പറഞ്ഞു പറയില്ല. ഈ പുക്കേറ്റിലേക്ക് പോകുന്ന വഴിയുണ്ടല്ലോ, ഫുള്ള് നാട്ടിലത്തെ പോലത്തെ വഴിയാണ്. ഫുള്ള് കുണ്ടും കുഴിയും ഒക്കെ ഉള്ള വഴിയല്ലേ? പക്ഷെ ക്ലൈമറ്റ് എന്താ രസം അല്ലേ? ക്ലൈമറ്റ് സൗദി പോലെ തന്നെ സെയിം. നല്ല ചൂടുണ്ട്. പക്ഷെ ഇന്ന് മറ്റുള്ള ദിവസം അപേക്ഷിച്ച് കുറച്ച് ചൂട് കുറവുണ്ടെന്നോ എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെ ഫീൽ ചെയ്യണം. എനിക്ക് സാധാരണ ദിവസം ഇങ്ങനെ മേലൊക്കെ എന്തോ ആവും, കുത്തുന്ന പോലെ. ഇന്ന് എനിക്ക് പുറത്തിറങ്ങേണ്ട ദിവസമാണെന്ന് സൂര്യൻ അറിയുന്നത് കൊണ്ട് സൂര്യൻ അത് കുറച്ചു നേരം പകുതി ഒളിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. പോടാ അതോ പേടിപ്പിച്ചെടുത്തേക്ക്. When you said that the sun is hiding, it came back out. എനിക്ക് എൻ്റെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താ പറയുക, എനിക്ക് തന്നെ ഇങ്ങനെ ഞാൻ ലേറ്റ്ലി റിയലൈസ് ചെയ്ത ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സംസാരിച്ചു തുടങ്ങിയാൽ ഫ്രണ്ട്സിൻ്റെയും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലമുണ്ട് ഞാൻ സംസാരിച്ചാൽ നിർത്തൂല. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക് ചാൻസ് കൊടുക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ കയറി ഉപദേശിക്കും. അങ്ങനത്തെ കുറേ എന്താ പറയുക ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത കുറേ ക്യാരക്ടേഴ്സ്. പിന്നെ അവരെന്നോടുള്ള സ്നേഹം കാരണം ആൾക്കാർ സഹിക്കും എന്നുള്ളത് ഞാനിപ്പോൾ ലേറ്റ്ലി ഫൈൻഡ് ഔട്ട് ചെയ്തൊരു കാര്യമാണ്. പക്ഷെ ഞാൻ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് എനിക്ക് സാധനം അറിയാമെന്നുണ്ടെങ്കിലും അറിയാതെ എൻ്റെ ഉള്ളിലെ ഈ അമ്മാവൻ സിൻഡ്രോം പുറത്തേക്ക് വന്നിട്ട് ഞാൻ പിടിച്ച് ഉപദേശിച്ച് കളിക്കും ആൾക്കാരെ. വെറുതെ ആൾക്കാരൊക്കെ പിടിച്ച് ഉപദേശിക്കുക. എന്നാ ഉപദേശിക്കുക, ഞാൻ എന്തോ ഭയങ്കര സംഭവമാണ്, ഒരു തേങ്ങയല്ലേനും വെറുതെ ആൾക്കാരൊക്കെ ഒരു ഉപദേശിക്കുക. അതൊക്കെ എൻ്റെ ഒരു ചീത്ത സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇല്ലടാ, ഞാൻ സംസാരിച്ചാൽ നിർത്തൂല. അതുകൊണ്ട് എൻ്റെ കൂടെ കുറച്ച് നല്ല അടിപൊളി നല്ല ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ സൗദി വന്നതിന് ശേഷം അവരാണ് സത്യത്തിൽ എനിക്ക് അത് എനിക്ക് മനസ്സിലാക്കി തന്നത്. കാരണം അവരെന്നെ അടിച്ചിരുത്തും.
നിർത്തറാന്ന് പറഞ്ഞിട്ട് എന്റെ മുഖത്ത് നോക്കി എന്നോട് അത് പറഞ്ഞ് എന്നോട് മുഖത്ത് നോക്കിയ സാധനം പറഞ്ഞ് എന്നെ റിയലൈസ് ചെയ്യിപ്പിച്ചു തന്നെ എനിക്ക് അതുകൊണ്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ മനസ്സിലൊന്നും ഇല്ലാത്തതുകൊണ്ടും ആ സാധനങ്ങളും ഇല്ലാത്തതുകൊണ്ടും നമ്മളോടൊന്നും കറക്റ്റ് ക്ലിയർ ആയിട്ട് ആ സാധനം അടിച്ചിരുത്തുന്നുണ്ട്. ഞാൻ ആ സാധനം റിയലൈസ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ എന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് പറയും എന്റെ മറ്റേ സാധനം പുറത്തേക്ക് വരുന്നുണ്ട്, അത് വരും. ഇപ്പൊ തന്നെ ഉണ്ടല്ലേ ഞാൻ സംസാരിച്ചു തുടങ്ങിയ പിന്നെ അങ്ങനെ ടോപ്പിക്കുന്നു ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് പക്ഷെ സംടൈംസ് എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ എനിക്കത് അങ്ങനെ എനിക്കതിപ്പോ ഇഷ്ടം. എനിക്ക് ആ എന്റെ സാധനം എനിക്ക് ഇഷ്ടമല്ല. അതായി മാറി ഞാനിങ്ങനെ നിർത്തൂല പറഞ്ഞില്ല. അതുകൊണ്ട് ഞാനിപ്പോ കുറച്ച് അടങ്ങി ഒതുങ്ങി തീരുമാനിച്ചു. പിന്നെ അതേപോലെ തന്നെ ഈ ഉപദേശ നിർദ്ദേശങ്ങൾ നടക്കുന്ന പരിപാടി ഉണ്ട്, അതും നിർത്തണം നല്ല ആഗ്രഹമുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുടുംബത്തിലുള്ള ആൾക്കാരെ അല്ല ഇത്തരം ഉപദേശങ്ങളൊക്കെ നിങ്ങളെ ഞാൻ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാരും എന്നോട് ക്ഷമിക്കുക. നിങ്ങളൊക്കെ ഞാൻ വെറുപ്പിച്ചു എന്നുള്ളത് എല്ലാരും ഇങ്ങനെ സെപ്പറേറ്റ് വോയിസ് മെസ്സേജ് അയക്കാൻ പറ്റില്ല. ഇതാകുമ്പോ ഒരൊറ്റ മീഡിയാണ്, എല്ലാരും കണ്ടു ഇനി ഉപദേശിക്കും. അപ്പൊ തന്നെ എല്ലാരും പറയാം സമാധാനം. എന്നാലും ഞാന് ഉപദേശിക്കണ കുറച്ച് ആൾക്കാരുടെ അവരൊന്നും രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ടട്ടാ. അങ്ങനല്ല, ഉപദേശിക്കുകയും നിർത്തൂലാൻ തീരുമാനിച്ച ഒരു 4-5 പേരുണ്ട്. അവരെ ഞാൻ എപ്പോഴും അവരെ ഞാൻ വിടൂല. അതെനിക്ക് എന്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെച്ച 4-5 പേരുണ്ട്. അവര് ജീവിതത്തിൽ രക്ഷപ്പെട്ടു കാണുന്ന എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവരെ ഞാൻ വിടൂല. ബാക്കിയുള്ളവരൊക്കെ ഞാൻ നിങ്ങളെ മനസ്സിൽ ഇപ്പൊ അത് പറഞ്ഞിട്ടുണ്ടാവുന്ന എനിക്ക് അറിയാം. നിങ്ങള് റീനോ എന്നൊന്നും ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാതുകൊണ്ട് എന്നൊന്നും ഉപദേശിക്കാറില്ല. എന്നെയൊക്കെ എഴുതി തള്ളിയ കൂട്ടത്തിലാണ് അപ്പൊ ഞാനൊക്കെ. പക്ഷെ പാവാണ്. റീനു അതുപോലെ സെൽഫ് റിയലൈസ് ചെയ്ത ഒരു സാധനം എന്താണ് നിന്റെ ഇഷ്ടപ്പെടാത്ത? നിനക്കൊരു സെൽഫ് റിയലൈസേഷൻ നിന്റെ ഇഷ്ടപ്പെടാത്ത സാധനം? എന്റെ ഇഷ്ടപ്പെടാത്ത കാര്യം എനിക്ക് നല്ല ദേഷ്യമാണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്റെ ഒരേ ഒരു ക്യാരക്ടർ. എനിക്ക് ഇങ്ങനെ ദേഷ്യം വരും. അതുപോലെ തന്നെ ഇങ്ങനെ ദേഷ്യം പോയി സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പുക്കറ്റിലേക്ക് പോകുന്നതാണ്. പുക്കറ്റിൽ പാർക്ക് ചെയ്യട്ടെ. ആദ്യമായി ഞങ്ങൾ പുക്കറ്റിൽ പാർക്ക് ചെയ്യുന്നു. Today, special order taken by the owner. 18 battai. Yes, sir. Too small. With the shrimp, sir. With noodles with this one. Okay. 2 orders small. 2 orders small. Yes, sir. And 1 chicken. Chicken fried rice. Yeah, chicken fried rice. 16. Okay, sir. And 1 big bottle water. Okay. 2 pad thai and 1 fried rice chicken. Thank you. Thank you, sir. Thank you. Kabunka. I think why would I cry to such
എന്നാലും I'm so excited to eat pad thai after a month. ഞാൻ മട്ടാഞ്ചേരി അമ്മായി മുക്കിയുള്ളല്ലേ അതേപോലെ പറഞ്ഞാൽ പോരെ. ആ അമ്മായി മുക്കി താമസിച്ചിട്ടില്ല ഗായ്സ്. ഈ മനുഷ്യൻ വെറുതെ പറയുന്നു. Actually I'm a Fort Kochi girl. Fort Kochiയിലെ അറിയാം. എന്താണ് See, you're only becoming angry again. This is yours. This is mine. I want. Thank you. ഫ്രൈഡ് റൈസ് ഒന്നുണ്ട് ഇത് കൊടുക്കും മാത്രം വേണമെന്ന് പറഞ്ഞിട്ട്. ഇത് പാറ്റായി ബിക്കോസ് എൻ്റെ പാറ്റായി ഞാൻ പൊടിക്കില്ല എന്ന് പറഞ്ഞ കാരണം എൻ്റെ പാറ്റായി. ഇത് ഫ്രൈഡ് റൈസ് അല്ലേ? എന്തെങ്കിലും സ്പെഷ്യൽ പേരുണ്ടായിരുന്നു എന്തുകൊണ്ട് അത് പറയണം. ഞങ്ങൾ നോക്കിയിട്ട് സൈഡിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം ഫ്രൈഡ് റൈസാണ്. അപ്പോൾ കഴിച്ചാലോ? കഴിച്ചോ തരാം. കുട്ടിക്ക് തോന്നുന്നു Walang pa ni signal ni Alimati. ഒത്തിരി Katulad kahapon. Sabi sa akin, bakit hindi daw ako nagkuhan ng operator sa sleeping. Bakit mo lang nagkuhan? Ano sa akin sinabi? അടിപൊളി ടേസ്റ്റാണ്. ഇവിടുത്തെ ഫുഡ് നമ്മൾ പുറത്ത് പോയിട്ട് വേറെ നാട്ടിലൊക്കെ പോയിട്ട് ഈ തായ്ലൻഡിലെ ഫുഡ് കഴിക്കുമ്പോൾ ഈ ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടില്ല. ഇവിടെ ശരിക്കും എക്സാക്ട്ലി ആ ടേസ്റ്റാണ്. ഞാൻ നിൻ്റെ നട്ടത് ഇപ്പം കിട്ടും. ഇറ്റ്സ് ഓക്കെ. വേറെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. Bago siya alam. Okay, ako lang. എനിക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്ത്. എനിക്ക് തോന്നുന്നു ഒരു 1.5 months ആയി ഞങ്ങൾ ഇത് കഴിച്ചിട്ട്. സോ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കഴിക്കാൻ വേണ്ടി. എപ്പോഴും കഴിച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ലല്ലോ. സോ ആസ്വദിക്കുന്നിടയിൽ എൻ്റെ ലിപ്സ്റ്റിക്ക് കുറേയൊക്കെ പോയി, ഞാൻ കുറേയൊക്കെ തിന്നു. അപ്പോൾ ഒന്നും കൂടെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാനാണ്. ഇനി ഞങ്ങൾ പോണ സ്ഥലമാണ് അജ്ദാൻ വാക്ക്. അവിടെ ഒരു എന്താ പറയുക, ഒരു വാക്കിംഗ് പ്ലേസാണ്, നല്ല ഒരു ഹാപ്പനിങ് ആയിട്ടുള്ള പ്ലേസാണ്. അപ്പോൾ ഇനി അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്.
ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഒരു നടക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടെ നടക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. നല്ല രസമാണ്, അടിപൊളി ഒരു പ്ലേസാണ്. ഞാനൊരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, കുറേ മുന്നത്തെ വീഡിയോയിലാണ് കാണിച്ചേക്കണത്. ഞാനിവിടെ വിസിറ്റിന് വന്ന ടൈമിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഇപ്പോഴാണ് വരുന്നത്. ഇവിടെ എല്ലാ എന്താ പറയുക ബ്രാൻഡ്സും ഉണ്ട്. KFC, പെപ്സസ്, മാൻഡോസ്, അങ്ങനെ ഒട്ടുമിക്ക ഡോസ്, അങ്ങനെ ഒട്ടുമിക്ക ലക്ഷറി ബ്രാൻഡ്സും ഇവിടെ ഉണ്ട്. ലക്ഷറി അല്ലാത്ത നോർമൽ ഉള്ള ബ്രാൻഡ്സും ഉണ്ട്. ഇറ്റ്സ് എ നൈസ് പ്ലേസ്, ഒരു ഹാപ്പനിങ് ആയിട്ടുള്ള പ്ലേസാണ് കോബാറിൽ. ശത്രുക്കൾ കുറയും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. ഈ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാലേ ശത്രുക്കൾ ഒരുപാട് കുറയും. ഇത് എൻ്റെ നാട്ടിലുള്ള ഈ നമ്പൂരിമാരൊക്കെ ഇല്ലേ, ഈ എന്താ പറയുക ജോത്സ്യം അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇല്ല, അതേപോലെ മുസ്ലിയാക്കന്മാരൊക്കെ ഇല്ല, അവർ സജസ്റ്റ് ചെയ്യുന്ന ഫ്രൂട്ടാണ്. കാരണം ശത്രു സംഹാരത്തിന് പറ്റിയ ഫ്രൂട്ടാണ്. ഈ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. ആവുക്കാടെ നല്ല ഓഫറുണ്ട്, വാരി വലിച്ചെടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചീത്തയി പോവാമോ മതി മനുഷ്യ. ഉള്ളാക്കട് വാരി വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇത് വച്ചുണ്ടോ ചെറുതില്ലേ? അവിടെ ചെറുത് വേണോ? ഇവിടുത്തെ ഫ്രൂട്ട്സും പച്ചക്കറികളും എല്ലാം നല്ല കിടിലൻ എന്താ പറയുക ക്വാളിറ്റിയാണ്. ചെറിയ റേറ്റ് കുറവുണ്ടാവും.
അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ഇഷ്ടം ഞങ്ങളെ ഒന്ന് കോമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത ആൾക്കാർ ബെൽ ബട്ടൺ അമർത്താൻ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അണ്ടർവെയർ ഇടുന്നത് പോലെയാണ് ഈ ബെൽ ബട്ടൺ അമർത്ത്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴാണ് ഞങ്ങളിടുന്ന സാധനങ്ങൾ, അണ്ടർവെയർ അല്ല, ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ ടി വിയിലോ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തുന്നതാണ്. അപ്പോൾ കണ്ട് ഞങ്ങളുടെ ഇത്രയും രസകരമായ വീഡിയോസ് നിങ്ങളെല്ലാവരും കൊമൻറ്റ് ചെയ്ത് ആസ്വദിക്കുക.